സ്റ്റവ് കത്തിച്ച് കുക്കർ വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ എണ്ണ, സ്പൈസസ് ഇട്ട് അതിലേക്ക് 2 സവാള അരിഞ്ഞതിട്ട് അതിലേക്ക് തക്കാളി കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് കൂടെ പേസ്റ്റ് ആക്കിയത് ഇട്ട് അതും നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് ചിക്കൻ കൂടി ഇട്ട് നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ വിസിലില്ലാതെ നമ്മളൊരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ബിരിയാണി മസാല 1.5 ടേബിൾ സ്പൂൺ ഇട്ട് അരി ഇട്ട് അതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് അതേ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അളവിൽ വെള്ളം എടുത്ത് അതൊഴിച്ച് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം വിസിലിട്ട് 1 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്ത് നന്നായി വെന്ത് വരുമ്പോൾ അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിന് നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളിയായിട്ട് ഒരു 30 മിനിറ്റിനുള്ളിൽ അടിപൊളി കുക്കർ ബിരിയാണി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ. താങ്ക് യു.